ഹേ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇറച്ചിപ്പത്തിരി എന്നൊക്കെയാണ് ഞങ്ങൾ പറയുക. അപ്പോൾ ഞാനത് പാനിലാണ് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ആവിപാത്രത്തിലാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ പാനിൽ ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരിയൊക്കെ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ അരിയും പിന്നെ നമ്മൾ സാധാ ചോറ് വെക്കുന്ന അരിയും കൂടെ ഒന്നിച്ചാണ് അരച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും ചെറിയ ജീരകവും പിന്നെ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ലെയർ പോലെ ഒഴിച്ചു കൊടുത്ത് മസാല കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടി ഒഴിച്ചിട്ടാണ് മസാല ഇടുന്നത്. അപ്പോൾ ഈ ഒരു ലെയർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 minutes ഒക്കെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 minutes വേണമെങ്കിൽ എടുക്കാം, പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ വേറൊരു ലെയറും കൂടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലും ഇതേപോലെ തന്നെ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ഒരു 2-3 minutes കുക്ക് ചെയ്തിട്ട് പിന്നെയും ലെയറായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിക്കായിട്ട് നമുക്ക്, പക്ഷേ ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു 2 ലെയറിൽ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ട് ലാസ്റ്റ് ലെയറിൽ മസാല ഇട്ട് കൊടുത്തത്. പിന്നെ അടിയിൽ ഇങ്ങനെ തട്ട് വെച്ചിട്ടാണ് പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കേണ്ടത് കേട്ടോ. അതുപോലെ തീയെല്ലാം വളരെ കുറച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അത് നല്ല കുക്കായി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആവിയിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ നോമ്പൊക്കെ തുറക്കട്ടെ. മുസംബി ജ്യൂസും ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാം. പിന്നെ അതല്ലാതെ നമുക്ക് നല്ല ബീഫ് കറിയും കൂടി ഉണ്ടെങ്കിൽ അതിലിട്ട് കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കറി കൂട്ടി കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി കറി ഇല്ലെങ്കിലും വെറുതെ കഴിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നല്ല ബീഫ് കറിയൊക്കെ കൂട്ടി കുഴച്ചിട്ടാണ് ഞാൻ കഴിച്ചത്. എനിക്കത് ഏറ്റവും ഇഷ്ടമായി. രക്ഷയില്ല. വേഗം കഴിക്കാം.